നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ വ്ളോഗർക്ക് ദാരുണാന്ത്യം. ഇൻഫ്ലുവൻസറും ട്രാവൽ വ്ളോഗറുമായ ആൻവി കാംദാർ ആണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. മുംബൈ സ്വദേശിനിയാണ്. ചൊവ്വാഴ്ച രാവിലെ 10:30 അപകടം ഉണ്ടായത്. വെള്ളച്ചാട്ടത്തിൽ വീഴുന്ന് മരിക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലുള്ള കുംഭെ വെള്ളച്ചാട്ടത്തിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആൻവി അപകടത്തിൽ പെട്ടത്. 300 അടി താഴ്ചയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആൻവി എത്തിയത്. റീൽസ് എടുക്കുന്നതിനിടെ ആൻവി കാൽ വഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു. വെള്ളച്ചാട്ടത്തിനിടയിലെ വിള്ളലുകളിലേക്കാണ് ആൻവി വീണത്. അപകടമുണ്ടായ ഉടൻ വിവരമറിഞ്ഞ് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡും എത്തിയിരുന്നു. പ്രദേശത്ത് പെയ്ത കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിച്ചു. 6 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആൻവിയെ പുറത്തെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ ആൻവിയെ മനോഗൺ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മൺസൂൺ ടൂറിസത്തിനോടനുബന്ധിച്ച് നിരവധി വ്ളോഗുകളും റീലുകളും ആൻവി ചെയ്തിരുന്നു. സഹ്യാദ്രി മലനിരകളിൽപ്പെട്ട കുംഭെ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയതും ഇതിനോടനുബന്ധിച്ചായിരുന്നു. ആൻവിയുടെ മരണത്തോടെ മേഖലയിലേക്കുള്ള പ്രവേശനത്തിന് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു അപകടം കൂടിയുണ്ടായി. മുംബൈയിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ഡോംബി വലിയിലെ ഗ്ലോബ് സ്റ്റേറ്റ് കെട്ടിടത്തിലെ ശുചീകരണ ജീവനക്കാരിയായ നാഗിന ദേവി മഞ്ജിറാമാണ് മരിച്ചത്. സുഹൃത്ത് അബദ്ധത്തിൽ പിടിച്ച് തള്ളിയതിനെ തുടർന്ന് താഴെ വീഴുകയായിരുന്നു. തമാശയ്ക്ക് സുഹൃത്ത് ചെയ്ത പ്രവൃത്തിക്കിടെ കെട്ടിടത്തിനുള്ളിലെ നടുത്തളത്തിലേക്ക് 3-ാം നിലയിൽ നിന്ന് യുവതി വീഴുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ കെട്ടിടത്തിലെ 3-ാം നിലയിൽ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിക്കുകയായിരുന്നു നാഗിന ദേവി. നടുത്തളത്തിന് സമീപത്തെ ഉയരം കുറഞ്ഞ ചുമരിൽ ഇരിക്കുകയായിരുന്ന നാഗിനയുടെ മുന്നിലേക്ക് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ചായുകയും ഇതോടെ നാഗിനി മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. സുഹൃത്ത് അപ്രതീക്ഷിതമായി ദേഹത്തേക്ക് ചാഞ്ഞപ്പോൾ നിലത്തെറ്റിയ നാഗിന നടുത്തളത്തിലൂടെ താഴേക്ക് വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളും നാഗിനിക്കൊപ്പം നിലത്തെറ്റി താഴേക്ക് വീഴാൻ പോയി. പക്ഷെ ഇയാളെ മറ്റുള്ളവർ ചേർന്ന് വലിച്ചു കയറ്റി. ഈ സംഭവത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ദുഃഖകരമായ 2 വാർത്തകളാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.